സർ സമീൻ ഇന്നലെ OTT റിലീസായ ഹിന്ദി സിനിമയാണെങ്കിൽ പോലും നായകൻ നമ്മുടെ രാജുവേട്ടനാണ്. 2 വർഷം മുമ്പ് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുന്ന പടമാണ്. ബഡേ മിയാൻ ചോട്ടാ മിയാനും ഈ സിനിമയും ഗുരുവായൂരമ്പല നടയിലും കൂടാണ് പൃഥ്വിരാജ് ഒരുമിച്ച് ഷെഡ്യൂൾ അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തത്. അത് രണ്ടും ഇപ്പോൾ ഇറങ്ങിയിട്ട് 1 വർഷത്തിന് മുകളിലായി. അപ്പോൾ അത്രയും നാൾ ഷൂട്ടിങ് കഴിഞ്ഞ് നിൽക്കുന്ന പടമാണ്. ഇപ്പോൾ ഇത് ഡയറക്റ്റ് OTT റിലീസായി. ഈ ഹിന്ദി സിനിമകൾ മാത്രം ഇപ്പോഴും ഡയറക്റ്റ് OTT എടുക്കാൻ ആൾക്കാരുണ്ട്. അവർക്ക് അത്രയും വൈഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് ആൾക്കാർ കാണാനുണ്ടെന്ന് അവർക്കറിയാം. നമ്മളും കാണും, സൗത്തിലും കാണും, നോർത്തിലും കാണും, എല്ലായിടത്തും കാണും. അതുകൊണ്ട് തന്നെ പക്ഷേ അങ്ങനെ വരുന്ന സിനിമകളൊക്കെ തിയേറ്ററുകാർ കൂടെ സമ്മതിക്കുന്ന സിനിമകളായിരിക്കും. തിയേറ്ററുകാർ സമ്മതിക്കുന്ന എപ്പോഴാണ് പടം മോശമാകുമ്പം, കാരണം അവർക്ക് ലാഭം കിട്ടത്തില്ലെന്ന് അവർക്ക് ഉറപ്പാകുമ്പോൾ. അങ്ങനെ ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോഴേ ഹോട്ട്സ്റ്റാർ അനൗൺസ് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി പടം കയ്യിൽ നിന്ന് പോയി. കാരണം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കുറേ നാളായി, ഹോട്ട്സ്റ്റാറും OTTയും എടുത്തു. അതുകൊണ്ട് തന്നെ ഒട്ടും 1% പോലും പ്രതീക്ഷയില്ലാതാണ് ഞാൻ ഈ സിനിമ തുടങ്ങിയത്. സിനിമ തുടങ്ങിയപ്പോൾ എനിക്ക് ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ കറക്റ്റ് ഒരു OTT തിയേറ്ററിന് വേണ്ടിയുള്ളതൊന്നുമില്ല. ഫണ്ടൊന്നും സാധാരണ ഹിന്ദി പടങ്ങൾ, പൊട്ടപ്പടങ്ങൾ പോലും ഒരു ഭയങ്കര പൈസ പൊട്ടിക്കാറുണ്ട്. അങ്ങനെ പൊട്ടിച്ചിട്ടില്ല. പിടിച്ച് ചെയ്യുന്നതാണ്. ഒരു ചെറിയൊരു സീരിയൽ ടച്ച് എവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നി. പക്ഷേ ഒരു പ്രതീക്ഷ, കഥയിലൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഒരു ഫാമിലി ഇമോഷനാണ്. ഒരു വാറിൻ്റെ പശ്ചാത്തലമൊക്കെ ആണെങ്കിൽ പോലും ഫാമിലി ഇമോഷനാണ് മെയിനായിട്ട് കാണിക്കുന്നത്. രാജുവേട്ടനാണ് നായകൻ. അതുപോലെ തന്നെ സെയ്ഫ് അലി ഖാൻ്റെ മോഹനാണ് ഇതിൽ പൃഥ്വിരാജിൻ്റെ മകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി പറയാം. നായിക കാജോളാണ് പൃഥ്വിരാജിൻ്റെ വൈഫായിട്ട്. അപ്പം ഇവർ ഒരു ഇമോഷൻ സൈഡൊക്കെ കാണിച്ച് അങ്ങനെ ഒരു അരമണിക്കൂർ വരെ രസമുണ്ടായിരുന്നു. ഒരു 10% ചാർജായി. പക്ഷേ അരമണിക്കൂറിന് ശേഷം ഒരു 8 വർഷത്തെ ആഫ്റ്റർ 8 years എന്ന് കാണിക്കുന്നുണ്ട്. ഇവർക്ക് ആർക്കും ഒരു മാറ്റമില്ല. പൃഥ്വിരാജിൻ്റെ ഒന്നും ഒരു മുടി പോലും നരച്ചിട്ടില്ല. ഒരു വ്യത്യാസം ആർക്കുമില്ല. അതാണ് അത്രയ്ക്കും ശ്രദ്ധയില്ലാതെ, അത്രയ്ക്കും മോശം ഡയറക്ഷൻ. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ ഡയറക്ഷനാണ്. അപ്പം അവിടെ തൊട്ട് പിന്നെ ചാർജ് ആയത് -100 വരെ തിരിച്ചിറങ്ങി. പിന്നെ അങ്ങോട്ട് ഒരു പോസിറ്റീവ് ഇല്ല. സ്ഥിരം ഗോട്ട് പ്ലസ് നമ്മുടെ മഹാൻ, ഇത് രണ്ടുമാണ് ഈ സിനിമ. കഥയെന്ന് പറയാനാണെങ്കിൽ സെയിം പരിപാടി, ഒന്നും പറയാനില്ല. അവിടെ ഇവിടെ ചുമ്മാ കുറച്ച് ട്വിസ്റ്റ് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒരു ട്വിസ്റ്റും വർക്കായിട്ടില്ല. അവസാനത്തെ ഒരു വലിയ ട്വിസ്റ്റ് കാണിക്കുന്നുണ്ട്, അതുപോലും എനിക്കൊന്നും തോന്നിയിട്ടില്ല. അവരെന്തോ വലിയ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇതിൽ ഏറ്റവും മോശം ഞാൻ പറയാം ഡയറക്ഷൻ കഴിഞ്ഞാൽ പിന്നെ കാസ്റ്റിംഗ് ആണ്. പൃഥ്വിരാജിൻ്റെ വൈഫായിട്ടൊന്നും കാജോളിനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പുള്ളിക്കാരിക്ക് നല്ല പ്രായം തോന്നിക്കുന്നുണ്ട്. രാജുവേട്ടനെ പുള്ളിക്കാരുടെ അനിയനായിട്ട് വേണം പറയാം. പിന്നെ ഇവർ രണ്ടുപേരും ചേട്ടനും അനിയനെയും പോലെ ഉണ്ട്, അല്ലാതെ അച്ഛനും മോനും ആ ഒരു സെറ്റപ്പല്ല. അങ്ങനെ കംപ്ലീറ്റ്ലി ഡയറക്ഷൻ പാളി, കാസ്റ്റിംഗ് പാളി, എഴുത്ത് പാളി, എല്ലാം പാളിപ്പോയ ഒരു 6 ബോറൻ സിനിമയാണ് സർ സമീൻ. പ്രതീക്ഷിച്ച അതുപോലെ തന്നെ വന്നിട്ടുണ്ട്, മോശമായി. അപ്പോൾ ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെ പറ്റി ഒന്നും പറയണ്ട, എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് പോലും ഇല്ല. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 1/5 ആണ്. ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ എന്തോ ഒരു പ്രതീക്ഷ വന്നുകൊണ്ട് മാത്രം 1 കൊടുക്കുന്നു.